ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. അജു അജന്റെ രണ്ടിലധികം തവണ വിളിച്ചിട്ടുണ്ട്. ഫോൺ സൈലന്റ് ആയതുകൊണ്ട് ഞാൻ കേട്ടില്ല. അവൾ സ്വയം തലക്കിട്ടൊന്ന് കൊട്ടി. എന്നാൽ അപ്പോഴാണ് അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. എടി അങ്കിളാണ്. അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഇതിന് നേരത്തെ സംസാരത്തിനൊടുവിൽ അവൻ കോൾ കട്ട് ചെയ്തു. എന്താ ചോദിച്ചാൽ പറഞ്ഞത്? എടാ അവർ നിന്റെ അമ്മ വീട്ടിൽ പോയതാ. എന്തായാലും ഇന്ന് നീ വരവുണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിന്നോട് ഭർത്തഗ്രഹത്തിലേക്ക് ഐശ്വര്യമായി പ്രവേശിച്ചോളാൻ. ചുണ്ടിൽ വിരിഞ്ഞ കുസൃതിയോട് അവനത് പറയുമ്പോൾ ധനവനൊന്ന് കൂർപ്പിച്ച് നോക്കി. അജു വെറുതെ കാളിക്കല്ലേ, അച്ഛൻ എന്താ പറഞ്ഞെന്ന് പറയടാ. എടാ ഇന്ന് നിന്നോട് അവിടെ കിടക്കാൻ, നാളെ അവർ വരുമ്പോൾ വിളിക്കാന്ന്. അതുകൊണ്ട് എൻ്റെ പെണ്ണ് പായോ. അത് പറഞ്ഞവൻ അവളുടെ കയ്യും പിടിച്ച് കാറിലേക്ക് കയറി. ഉറങ്ങിയില്ലേ? മുകളിലെ റൂമിലെ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് മിഴികൾ പായിച്ച് നിൽക്കുമ്പോഴാണ് ആ ചോദ്യത്തോടൊപ്പം അവൻ ധനുവിനെ പിന്നീന്ന് പുറന്നത്. ഇല്ല ജോ, ഉറക്കം വന്നില്ല. അവൾ മെല്ലെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എന്തായാലും ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാത്തത്? എന്താ ഡാഡിയും മമ്മിയില്ലാത്ത സങ്കടമാണോ? അതെ അജു, ആദ്യമായ അവരില്ലാതെ ഒറ്റയ്ക്ക് ഒരു ദിവസം എനിക്ക് ആകെ എന്തോ പോലെ തോന്നുന്നു. അവളൊരു സങ്കടത്തോടെ പറഞ്ഞു. ഓഹോ, എന്ന് വെച്ചാ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഒന്നുമില്ലെന്നല്ലേ? ഓക്കെ ഫൈൻ, ഗുഡ് നൈറ്റ്. മുഖം വീർപ്പിച്ച് അവൻ തിരിഞ്ഞു നടക്കും മുന്നേ അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി. വാട്ട്? തീർത്തും ഗൗരവം നിറഞ്ഞ ചോദ്യം. എൻ്റെ ചെക്ക, എങ്ങനെ കലിപ്പാകാതെ. ഞാൻ നിന്നൊന്ന് ചൂട് പിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. വേറെ ഡ്രസ്സിൽ എനിക്ക് മാറാൻ, അതുകൊണ്ടാ ഇരി തന്നെ നിൽക്കുന്നത്. ഓഹോ, അപ്പൊ നീ എന്നെ ഇളക്കാൻ നോക്കിയതല്ലേ? അതെല്ലോ, നിന്നെ ഇന്ന് ഞാൻ. അതും പറഞ്ഞ് അവൻ അവളെ ഇരു കയ്യിലുമായി പൊക്കിയെടുക്കുമ്പോൾ അവൾ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവനെ മുറുകെ പുറന്നു. ഒരു വേള ഇരു ശരീരവും വല്ലാതെ വിറക്കും പോലെ തോന്നിയവർക്ക്. അജു, നീ നിലത്ത് നിർത്തൂ എന്നെ? വിറച്ച് കൊണ്ടുള്ള ചോദ്യം. അത് കേട്ട് അർജുന് ചിരിയാണ് വന്നത്. നിർത്തണോ? അവളുടെ കാതിനരികിലായി വന്നവൻ മെല്ലെ ചോദിക്കുമ്പോൾ അവൾ മുഖം ഉയർത്തി അവനെ നോക്കി ഒന്ന് തലയാട്ടി. എന്നാൽ ആ നിമിഷം അവളുടെ വിറകൊള്ളുന്ന ചുണ്ടകളിലായി വന്നു നിന്നു അവൻ്റെ നോട്ടം. ശ്രീ. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മെല്ലെ ഒന്ന് മൂളിയവൾ. ഐ നീഡ് യുവർ ലിപ്സ്. അവളുടെ അതരങ്ങളിൽ മാത്രം മിഴികൾ എറിഞ്ഞുകൊണ്ടുള്ള അവൻ്റെ ആ ചോദ്യത്തിനാകെ വിറച്ചു പോയി ധനു. അതിവേഗം അവൾ അവനിൽ നിന്നും പിടഞ്ഞിറങ്ങി അകത്തേക്ക് പോകുമ്പോൾ അർജുൻ അവൾക്ക് പിന്നാലെ പോയി. അവളുടെ നഗ്നതയിലൂടെ തെന്നി നീങ്ങി അവൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ മുറുകുമ്പോൾ ഒന്ന് പുളഞ്ഞു പോയി ധനു. വിവശയായ വിറയാർന്ന ചുണ്ടുകൾ വിറകൊള്ളുമ്പോൾ അർജുൻ ആ ചുണ്ടുകളിൽ അരുമയായെന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ ഇടങ്കഴുത്തിലായി മുഖം പൊഴുത്തി. ചുംബനം മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി അറിയുന്ന പൊതുവികാരത്തിൽ പിടിയുകയായി നിരുവരും. വീണ്ടും അവൻ്റെ കൈകൾ അവളിൽ ദിശ തെറ്റി ഒഴുകുമ്പോൾ അവൾ അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട അജു, ഇപ്പൊ ഒന്നും വേണ്ട. എന്താ പെണ്ണെ, നീ എൻ്റെ അല്ലേ? ആണ്, എന്ന് നിൻ്റെത് മാത്രമാണ് ഞാൻ. പക്ഷെ വേണ്ടടാ, എന്തോ തെറ്റ് ചെയ്യുന്ന ഫീല്. ആ മുഖത്ത് വല്ലാത്തൊരു നോവ് വന്ന് നിറയുമ്പോൾ അത് അവളുടെ നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി. ധനുവേഗം മാറിക്കിടന്ന ദാവണ ഷോൾ നേരെ പിടിച്ചിട്ട് കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ അർജുൻ ആ റൂമിൽ നിന്നും പോയിരുന്നു. ദിവസങ്ങൾ മെല്ലെ തെന്നി നീങ്ങുമ്പോൾ അർജുൻ ധനു ബന്ധം കൂടുതൽ വളർന്നുകൊണ്ടിരുന്നു. കൂടുതൽ ആഴത്തിൽ അവർ അടുത്തപ്പോൾ അർജുനൻ അത് വീട്ടുകാരെയും അറിയിക്കുകയും ചെയ്തു. പുറമേ അർദ്ധസമ്മതം മൂളിയെങ്കിലും റാമിന് എന്നോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നതിലുപരി വർഷ തൻ്റെ ഉള്ള അയാൾക്ക് മുന്നിൽ തുറക്കുകൂടെ ചെയ്തതോടെ തൻ്റെ മകന് വർഷം മതി എന്നൊരു വാശി കൂടെ അയാളുള്ളിൽ ഉടലെടുത്തു. എന്നാൽ ഇതൊന്നും അറിയാതെ മറ്റൊരു ബന്ധം കൂടെ അവിടെ അടിയിറക്കുകയായിരുന്നു. ആരവ് രക്ഷാപ്രണയം. അതും എല്ലാവരോടും മറച്ചു വെച്ചുകൊണ്ട് തന്നെ. ഇരുബന്ധങ്ങളും ഒരു പുഴ പോൽ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛന്മാരുടെ ബിസിനസ് സക്സസ് പാർട്ടി വന്നത്. എല്ലാവരും വളരെ ഉത്സാഹത്തിൽ തന്നെയായിരുന്നു. ഗ്രാൻഡ് സെലിബ്രേഷൻ തന്നെയായിരുന്നു അന്നത്തെ ദിവസം. അർജുൻ, ഇന്ന് ഈ വേളയിൽ വെച്ച് നിങ്ങളുടെ കാര്യം ഞാൻ അനൗൺസ് ചെയ്യുന്നത് കൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അർജുനെ അല്പം മാറ്റി നിർത്തി ശിവൻ കാര്യമായി തിരക്കുമ്പോൾ അവൻ മൃദുവായൊന്ന് പുഞ്ചിരിച്ചു. ഒരിക്കലുമില്ല അങ്കിൾ, ഐ എം സോ ഹാപ്പി. ആക്ച്വലി ഞാൻ ഇതേക്കുറിച്ച് ഡാഡിയോട് സംസാരിക്കാൻ നിൽക്കുമായിരുന്നു. ഗുഡ്, എന്നാ ഈ കർമ്മം മംഗൾ ഏറ്റെടുത്തിരിക്കുന്നു. അയാൾ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് മെയിൻ സ്റ്റേജിലേക്ക് പോയി. ലിസൺ എവരിബഡി, ഈ സന്തോഷകരമായ വേളയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായി ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അതിനു മുന്നേ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങൾക്കും ആദവുമായ നന്ദി. ഹാപ്പി ന്യൂസ് അറിയിക്കുന്നതിന് മുമ്പേ 2 പേരെ എനിക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കണം. ഒന്ന് എൻ്റെ മകൾ ധനുശ്രീ ശിവദാസ്, മറ്റൊന്ന് എൻ്റെ സുഹൃത്തായ റാമിൻ്റെ മകൻ അർജുൻ വസിഷ്ഠ. 2 പേരും ഇവിടെ വരും. അയാൾ മൈക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ അർജുൻ തൻ്റെ അടുത്ത് നിന്ന ധനുവിൻ്റെ കയ്യും പിടിച്ച് സെൻറ്ററിലൂടെ മുന്നോട്ട് നടന്നു. ഒരു വേള എല്ലാവരുടെയും ശ്രദ്ധ അവർക്ക് നേരെയായി.
ഒടുവിൽ അവർ ശിവന്റെ ഒരു സൈഡിലുമായി വന്നു നിന്നു. ഇതാണ് ആ ഹാപ്പി ന്യൂസ്. എൻ്റെ മകൾ ധനശ്രീയും ഈ നിൽക്കുന്ന അർജുൻ്റെയും വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഉടനെ തന്നെ ആ മംഗളകർമ്മം ഉണ്ടാവും. കരഘോഷങ്ങളും ആരവങ്ങളും മുറുകുമ്പോൾ ശിവൻ ധനുവിനെ അർജുൻ്റെ അടുത്ത് നിർത്തി. ഇരുവരും കൈ കോർത്തു പിടിച്ച് പരസ്പരം നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഒരുപാട് ഫോൺ ക്യാമറകൾ അവരെ ഒപ്പിയെടുത്തു. നോ! ഓപ്പൺ പ്ലേസ് ഏരിയയിലുള്ള സകല സാധനങ്ങളും വാരിയടഞ്ഞെടുക്കുന്ന വർഷയ്ക്ക് തൻ്റെ കലിയടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരിരുവരും ചേർന്നുള്ള നിൽപ്പ് മനസ്സിലാലോചിക്കുമ്പോൾ അവളുടെ മനസ്സിലെ പകയുടെ അംശം കൂടിക്കൊണ്ടേയിരുന്നു. മോളെ വർഷ, എന്താടി ഇത്? ഫ്ലവർ വൈസ് എടുത്ത് നിലത്തെറിഞ്ഞ് അവൾ ആനന്ദം വന്ന് പിടിച്ചു മാറ്റുമ്പോൾ അവൾ അയാളുടെ കൈകൾ തട്ടിയെറിഞ്ഞു. അയാൾക്ക് പിന്നിലായി ആരവും ഉണ്ടായിരുന്നു. വേണ്ട, ആരും ആരും എൻ്റെ അടുത്തേക്ക് വരരുത്. സർവവും തകർന്നു നിൽക്കുവാൻ ഞാൻ ഒന്ന് പോയി തരുമോ? അവൾ ഉച്ചത്തിൽ അലറുമ്പോൾ ആനന്ദം ഒന്ന് തിരിഞ്ഞ് ആരവനെ നോക്കി പൊക്കൊള്ളാൻ പറയുമ്പോൾ അവൻ വർഷയൊന്ന് നോക്കിക്കൊണ്ട് വേദനയോടെ മടങ്ങി. വർഷ, നീ ആദ്യം ഡാഡിക്ക് പറയാനുള്ളത് കേൾക്ക്, എന്നിട്ട് പോരെ നിന്റെ ഈ അതിക്രമൊക്കെ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു. പറയാനല്ല, കാണിക്കാനാണുള്ളത്. വെയിറ്റ്. അതും പറഞ്ഞയാൾ തൻ്റെ ഫോണിൽ എന്തോ ഒന്നെടുത്ത് അവൾക്ക് നേരെ തിരിക്കുമ്പോൾ അതിലേക്ക് നോക്കി അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ഏതോ ഒരു റൂമിനകത്തിരുന്ന് മദ്യപിക്കുന്ന ഒരു യുവാവും. മുഖം വ്യക്തമല്ല, എങ്കിലും ഒറ്റക്കാഴ്ചയിൽ കണ്ടാൽ അറപ്പുളവാക്കുന്ന രൂപം. ആരാ ഇവൻ? അവളൊരു സംശയത്തോടെ ചോദിക്കുമ്പോൾ അയാളൊന്ന് ചിരിച്ചു. ഇത് ഭാസ്കരൻ, പേര് കേട്ടൊരു ഗുണ്ട. എന്നതിലുപരി 8 പീഡന കേസിലെ പ്രതി കൂടിയാണിവൻ. ഇനി നിനക്ക് വേണ്ടി പണി ചെയ്യുന്നത് ഇവനാകും. ഡാഡി എന്താ ഉദ്ദേശിക്കുന്നത്? അത് കേട്ട് പിന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കി അവളുടെ കണ്ണുകളൊരു വജ്രം കണക്കെ തിളങ്ങുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നീ ചെയ്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഡാഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഡാഡി, താങ്ക് യു സോ മച്ച്. അവൾ അതീവ സന്തോഷത്തോടെ അയാളെ പുണരുമ്പോൾ അയാൾ തിരികെ അവളെ ചേർത്ത് പിടിച്ചു. പാർട്ടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതും എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു. 3 ഫാമിലിയും ഒന്നിച്ചാണ് ഇരുന്നത്. ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് അവരിയ്ക്കുന്ന സമയത്താണ് ബെയർ ഡ്രിങ്ക്സ് കൊണ്ടുവന്നത്. എല്ലാവർക്കും കൊടുത്ത ശേഷം അവസാനം ഇരുന്ന് 2 ഗ്ലാസ്, ഒന്ന് വർഷവും മറ്റൊന്ന് ധനുവിനും കൊടുത്ത ശേഷം അയാൾ തിരിഞ്ഞ് നടന്നു. അല്പദൂരം പിന്നിട്ട ശേഷം അയാൾ തിരിഞ്ഞ് വർഷയ്ക്ക് നേരെ തംസപ്പ് കാണിക്കുമ്പോൾ അവൾ ക്രൂരമായെന്ന് പുഞ്ചിരിച്ചു. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച ശേഷം ഫ്രണ്ടിലെ ഓപ്പൺ പ്ലേസിലിരുന്ന് വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. ശിവ തൻ്റെ ഐഡിയാസൊക്കെ അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിലും അവർ വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. എന്ത് പറ്റി ധനു? നിന്റെ മുഖം എന്താ വല്ലാതെ? അല്പം മാറി ചുമരിൽ ചാരി കണ്ണുകളടച്ച് നിൽക്കുന്ന ധനുവിൻ്റെ അടുത്തേക്ക് വന്ന് വർഷ ഒരു പുഞ്ച ചിരിയോടെ ചോദിക്കുമ്പോൾ ധനുവിന് തൻ്റെ കണ്ണുകൾ തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വർഷ, അജു. ഓ, നിനക്ക് അർജുൻ്റെ അടുത്ത് പോകണോ? പിന്നെന്താ, ഞാൻ കൊണ്ടുപോകാലോ, നീ വാ. വർഷ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ധനു അറിഞ്ഞിരുന്നില്ല എന്നേക്കുമായുള്ള അകൽച്ചയിലേക്കാണ് താൻ പോകുന്നതെന്ന്. ആരുടെയൊക്കെയോ ശക്തമായ ബഹളം കേട്ടാണ് അജു വന്നത്. താനിപ്പോൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒരു ബോധവും ഇല്ലെങ്കിലും അവൻ മെല്ലെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. ആ, എഴുന്നേറ്റോ? സൈഡിൽ നിന്ന് പതിഞ്ഞൊരു ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ അവിടേക്കാണ്. തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വർഷയെ കണ്ട് അവനൊന്ന് സംശയിച്ചു. എങ്ങനെയുണ്ട് അർജുൻ ഇപ്പോൾ? ഓക്കെയാണോ നീ? പെയിൻ തോന്നുന്നുണ്ടോ? അവൾ തുടരെ ഓരോന്ന് ചോദിക്കുമ്പോൾ അവൻ അതേ സംശയത്തോടെ എന്തോ ചോദിക്കാൻ വന്നതും പെട്ടെന്ന് തലയിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് വല്ലാത്ത വേദന അനുഭവപ്പെടുമ്പോൾ തലയിൽ കൈയമർത്തി ഇരുന്നു പോയവൻ. അർജുൻ അധികം സംസാരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ അർജുൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. ഒരു വേള ഒന്ന് ഞെട്ടി അർജുൻ. ഇന്നലെ നടന്നത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ അർജുന്? വാർഷയുടെ ആ ചോദ്യം കേൾക്കെ തൻ്റെ കണ്ണുകൾ അമർത്തിയടച്ച ആ നിമിഷം എന്തെല്ലാമോ തലച്ചോറിലേക്ക് ഇരച്ചു കയറും പോലെ തോന്നിയവന്. അവ്യക്തമായ പല ഓർമ്മകളും അവനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. തലേന്ന് രാത്രി. നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? അവ ധനുമോൾ എവിടെ? അർജുനും മാധവും ആരവും വർഷയും ദക്ഷും ഗാർഡൻ ഏരിയയിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ശിവൻ അവിടേക്ക് വരുന്നത്. അയാളുടെ ആ ചോദ്യത്തിന് അർജുൻ ഒരു നിമിഷം ചാടി എഴുന്നേറ്റു. ശ്രീ അങ്കിളുടെ അടുത്തില്ലേ? എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ നിന്നോട് വന്ന് ചോദിക്കൂ അർജുൻ. അല്പം ടെൻഷൻ കലർന്നിരുന്നു അയാളുടെ ആ വാക്കുകളിൽ. വർഷ, നീയല്ലേ പറഞ്ഞത് ശ്രീ ഇവിടെ അടുത്താണെന്ന്? എന്നിട്ട് അവളെവിടെ? അർജുൻ വർഷയ്ക്ക് നേരെ ഷൗട്ട് ചെയ്യുമ്പോൾ ഒരു നിമിഷം അവളൊന്ന് പതറി. അർജുൻ, അവൾ എന്നോട് പറഞ്ഞത് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നാ. അതാ ഞാൻ. പിന്നെ അവൾ എവിടെയടി? ഓരോ നിമിഷം കഴിയുന്തോറും അർജുൻ തന്നെ ദേഷ്യം അടക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അർജുൻ, നീ ഇങ്ങനെ ടെൻഷനാകാതെ നമുക്ക് നോക്കാം, നീ വാ. മാധവ് അവനെയും കൊണ്ട് അവിടുന്ന് പോകുമ്പോൾ വർഷയും അവർക്ക് പിന്നാലെ പോയി. അർജുനും മാധവും എല്ലായിടവും ഓടി നടന്ന് നോക്കുമ്പോൾ നിരാശയായിരുന്ന ഫലം. ഇതിനോടൊക്കെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ വിവരം അറിഞ്ഞ് പല വഴിക്ക് തിരച്ചിൽ നടത്തുമ്പോൾ ഒന്നും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
മാധവ്, എൻ്റെ പെണ്ണെവിടെയാടാ? അർജുൻ നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവനിൽ നിന്ന് മറച്ചു പിടിക്കുമ്പോൾ മാധവൻ അവൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. മോനെ വാസു! അല്പം അകലെ നിന്ന് തൻ്റെ അമ്മയുടെ വെപ്പളത്തോടെയുള്ള വിളി കേൾക്കുമ്പോൾ അർജുൻ അതിവേഗത്തിൽ അവിടേക്ക് പാഞ്ഞു. ഒരു വലിയ ഹാൾ, അതിൻ്റെ മുകളിലെ പോർഷനിൽ നിന്നാണ് ബഹളമെന്ന് മനസ്സിലായതും അർജുൻ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരു റൂമിന് മുന്നിൽ നിന്ന് കരയുന്ന തൻ്റെ അമ്മയെയും പവിത്രയെയും കണ്ട് അവനും നിന്നു. മോനെ, മോളകത്ത്! അത്രയും പറഞ്ഞ് പവിത്ര വാതിലിട്ട് തട്ടുമ്പോൾ അർജുൻ വേഗത്തിൽ അവർക്ക് അരികിലേക്ക് എത്തി. അകത്തിന്ന് കേട്ട ധനുവിൻ്റെ അമർച്ചയിൽ തൻ്റെ ശ്വാസം പോലും നിലക്കുന്നതായി അവന് തോന്നി. അപ്പോഴേക്കും മാധവും വർഷയും ആരവും അവർക്ക് അരികിലെത്തിയിരുന്നു. ഒടുവിൽ അവരിരുവരും ചേർന്ന് വാതിൽ തള്ളി തുറക്കുമ്പോൾ പെട്ടെന്ന് ശക്തമായ ആ വാതിൽ പൊട്ടി അർജുൻ്റെയും മാധവിൻ്റെയും ദേഹത്തേക്കാണ് വീണത്. മാധവ് അത് തട്ടിമാറ്റുമ്പോൾ അകത്തിന്ന് ഒരുവൻ കയ്യിലിരുന്ന് ഇരുമ്പ് ദണ്ട് കൊണ്ട് അർജുൻ്റെ തലയിൽ ആഞ്ഞടിക്കുമ്പോൾ ആരവൊന്ന് മുന്നോട്ട് പാഞ്ഞ് അർജുൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുവെങ്കിലും അത് കൃത്യമായി അർജുൻ്റെ നെറ്റിയിൽ തന്നെ പതിഞ്ഞു. ആ വേദനയിൽ കുതിർന്നൊരു ആർത്തനാദം അവനിൽ നിന്ന് ഉയർന്നു. കണ്ണിലാകെ ഇരുട്ട് കയറും പോലെ തോന്നിയ അവൻ നിമിഷ നേരം കൊണ്ട് ബോധം മറന്ന് നിലത്തേക്ക് വീണു. അർജുൻ! വർഷ അവൻ്റെ തോളിൽ കൈവച്ച് വിളിക്കുമ്പോൾ അർജുനൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വർഷ, എൻ്റെ സ്ത്രീ! അത് ചോദിക്കുന്നതിനൊപ്പം അവൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് റാമും ആനന്ദും ആരവും ഡോറ് തുറന്ന് റൂമിനകത്തേക്ക് വരുന്നത്. എന്നാൽ അർജുൻ്റെ കണ്ണുകളിൽ തിരിഞ്ഞത് തൻ്റെ പെണ്ണിനെയായിരുന്നു. തിരഞ്ഞ ആളെ കാണാതെയായതും അവനാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. ഡാഡി, ശ്രീ എവിടെ? അവളെ കണ്ടോ നിങ്ങൾ? അവളെ വിളിക്ക്, എനിക്കവളെ കാണണം. അർജുൻ, പ്ലീസ്, ആദ്യം നീ റെസ്റ്റ് എടുക്ക്. തലയിലെ മുറിവൽപ്പം വലുതാണ്. റാം അവൻ്റെ അടുത്തേക്ക് വന്നവൻ്റെ തോളിലൊന്ന് തട്ടിപ്പറയുമ്പോൾ അവൻ ദേഷ്യത്തോടെ അയാളുടെ കൈ തന്നിന്ന് തട്ടിയെറിഞ്ഞു. നിങ്ങൾ ആരും എന്താ ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? അതോ ഉത്തരം തരില്ലെന്ന് വാശിയാണോ? അർജുൻ, ഡോണ്ട് ഷൗട്ട്. ഇന്നലെ ധനു ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവളെ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ചതുമാണ്. പക്ഷേ ശിവനും പവിത്രയും ധനുവും ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്കെന്നല്ല, ആർക്കും അറിയില്ല. സമീപനം പാലിച്ച് റാം അവനോടായി അത് പറയുമ്പോൾ തൻ്റെ ഡാഡി ഇതെന്താണ് ഈ പറയുന്നതെന്ന ഭാവമായിരുന്നു അവനില്ലേ. സത്യമാണ് അർജുൻ അങ്കിൾ പറഞ്ഞത്. ദേ, ഇതിൻ്റെ അടുത്ത റൂമിലായിരുന്നു ധനുവിനെ അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ രാവിലെ മുതൽ അവളെ ഒന്നല്ല, ആരെയും കാണാനില്ല. പിന്നെ ഡോക്ടറോട് തിരക്കിയപ്പോഴാണ് കാര്യം അറിഞ്ഞത്. ശിവൻ അങ്കിൾ ഡിസ്ചാർജ് വാങ്ങി അവളെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയെന്ന്. വല്ലാത്തൊരു തരം ഞെട്ടലായിരുന്നു അർജുന്. ആകെ ഒരു മരവിപ്പോടെ ഇരിക്കാൻ അവന് കഴിഞ്ഞുള്ളൂ.